الحمد لله رب العالمين. نحمد ربنا تبارك وتعالى، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. كما قال الله جل شأنه: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സർവ മേഖലകളിലും സൂക്ഷിച്ച് തഖ്വയും ഈമാനും ഇസ്ലാമും ഇഹ്സാനുമെല്ലാം നിലനിർത്തി ഫൗസുൽ അദീമാകുന്ന സ്വർഗത്തിന്റെ പ്രാപ്തിക്കും നരക മോചനത്തിനു വേണ്ടി അന്ത്യശ്വാസം വലിക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അതല്ലായെങ്കിൽ മലായിക്കത്തിൽ നിന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അതിസംബോധന രീതികൾ ലഭ്യമാകുന്ന ആ നിമിഷം വരേക്ക് ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് സവിനയം സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയും ഈമാനും അന്ത്യശ്വാസം വരെ ജീവിതത്തിൽ നിലനിർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ
നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച എന്ന ഏറ്റവും മഹത്തായ വിശ്വാസികളുടെ ഒരു ദിനം, ആ ദിനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിനം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. വഫീഹി ഖുബിള, ആ വെള്ളിയാഴ്ച തന്നെ അദ്ദേഹത്തെ മരിപ്പിക്കുകയും ചെയ്തു. വഫീഹി നഫഖ, ഇനിയൊരു വെള്ളിയാഴ്ചയായിരിക്കും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഓതാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുകയും ഊതുകയും അങ്ങനെ ജനങ്ങളെല്ലാം ബോധരഹിതരായി താഴെ വീഴുകയും ചെയ്യുക. ഇതെല്ലാം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഫഅക്സിറൂ, നിങ്ങൾ ധാരാളമായി അധികരിപ്പിക്കണേ, അലയ്യ, എനിക്ക് മിനസ്വലാ, എനിക്കുള്ള സ്വലാത്തിന് നിങ്ങൾ ധാരാളമായി വെള്ളിയാഴ്ച അധികരിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു എനിക്ക് കാണിച്ചു തരികയും ഹാജരാക്കുകയും ചെയ്യും. എപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജീവിതത്തിൽ തന്നെ നമ്മുടെ സ്വലാത്ത് അല്ലാഹു അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കും. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കന്മാരുടെ മയ്യത്ത് ഭുജിക്കുക, തിന്നുക എന്നുള്ളത് ഭൂമിയിലെ മണ്ണിന് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ധാരാളമായി എന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ പ്രധാനമായി പരാമർശിതമായ ഒരു വചനം അബുൽ ബഷർ, മനുഷ്യരുടെ മുഴുവൻ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവും മരണവും പ്രപഞ്ചത്തിന്റെ അന്ത്യവും കുറിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് എന്നുള്ളതാണ്. ആ വെള്ളിയാഴ്ച തന്നെയാണ് വിശ്വാസികൾക്ക് ഏറ്റവും ഉദാത്തമായ പരിശുദ്ധമായ ദിനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിനവും. അതേപോലെ തന്നെ ഈ ദിനത്തെക്കുറിച്ച് പണ്ഡിത ലോകത്തും ജനങ്ങൾക്കിടയിലും ചർച്ചയുള്ളൊരു വിഷയമാണ് വെള്ളിയാഴ്ചയും അതിൻ്റെ രാവും. എന്ന് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി, വ്യാഴത്തിന്റെയും വെള്ളിയുടെയും ഇടയ്ക്കുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് എന്ന പേരിൽ അറിയപ്പെടുക. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ കാരണവന്മാർ വെള്ളിയാഴ്ച മരിക്കുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ മരിക്കുക ഇതിനു വേണ്ടി കാര്യമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതിന് വല്ല അസുഖമുണ്ടോ ഇത് പരിശോധിക്കുമ്പോൾ ഒരു റിപ്പോർട്ട്, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ഒരു വിശ്വാസി ജുമുഅ ദിനം മരിക്കുന്നു അല്ലെങ്കിൽ ജുമുഅ ദിനത്തിന്റെ വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്നുവെങ്കിൽ ഇല്ലാ വഖാഹു അല്ലാഹു തആല ഫിത്നത്തുൽ ഖബർ, ആ മനുഷ്യനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവിനോ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഖബറിന്റെ ഫിത്നകളിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ അത് മതിയെന്നാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒത്തിരി ഹദീസുകൾ പറയുന്നു ഇതിന്റെ പരമ്പരകളൊക്കെ ദൗർബല്യമുള്ള പരമ്പരകളാണ്. എന്നാൽ ഇമാം നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള ശൈഖന്മാർ പറയുന്നു ധാരാളം പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടതിനാൽ ദുർബലം എന്ന് പറയേണ്ട, ഒന്നുകിൽ ഹസൻ അല്ലെങ്കിൽ സ്വഹീഹ്. ഹസൻ സ്വഹീഹ് എന്ന് വെച്ചാൽ വിശ്വാസയോഗ്യമായ പരമ്പരക്കാണ് സ്വഹീഹ് എന്ന് ഹദീസുകൾ പറയുക. അതിന് നേരെ താഴ്ന്ന ഗ്രേഡിലിരിക്കുന്ന ഹദീസുകൾക്കാണ് ഹസൻ, തരക്കേടില്ല, തള്ളേണ്ടതില്ല, തരക്കേടില്ല എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ ഈ ഹദീസ് ഹസനോ സ്വഹീഹോ ആണ് എന്നാണ് നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള ആധുനിക ഹദീസ് പണ്ഡിതന്മാരുടെ വിലയിരുത്തലുകൾ. ഏതായിരുന്നാലും ശരി,
തള്ളാൻ അവസരമില്ല, എന്നാൽ 100% പ്രചരിപ്പിക്കാൻ അവസരമില്ല. രണ്ടിന്റെയും മധ്യത്തിലായി അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ചയോ അതിന്റെ രാവിലോ മരിക്കുന്നവർക്ക് അള്ളാഹു ആ പോരിശ നൽകട്ടെ. നമുക്കും ആ നിലക്കുള്ള അവസരങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഇതിന്റെ ഒരു മഹത്വമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച ദിനമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിനം കടന്നു വന്നു കഴിഞ്ഞാൽ, കാന അലാ കുല്ലി ബാബിൻ മിനൽ അബ്വാബിൽ മസ്ജിദി മലായിക, പള്ളിയുടെ സർവ്വ ഡോറുകളിലും മലക്കുകൾ വന്ന് നിൽക്കുകയാണ്. പള്ളിയുടെ എല്ലാ കവാടങ്ങളിലും മലക്കുകളുണ്ട്. എന്താണ് അവരുടെ ജോലി? യക്തുബൂന, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അൽ അവ്വല ഫൽ അവ്വല, ആദ്യം ആര് വന്നു പിന്നെ ആര് വന്നു, പള്ളിയിൽ ആദ്യം ആര് പ്രവേശിച്ചു പിന്നെ ആര് പ്രവേശിച്ചു എന്നുള്ള വ്യക്തികളുടെ ആദ്യം വന്ന വ്യക്തികളുടെ പേരുകൾ എഴുതാൻ ഒരു ഫയലും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പള്ളിയുടെ ബാബിൽ നിൽക്കുന്നുണ്ട്, ഡോറുകളിൽ നിൽക്കുന്നുണ്ട്. ഫഇദാ ജലസൽ ഇമാം, ഖതീബ് ഖുതുബക്ക് വേണ്ടിയിട്ട് മിമ്പറിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ, ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് മിമ്പറിൽ കയറി ഇമാം ഇരുന്നു കഴിഞ്ഞാൽ, ഖതീബ് ഇരുന്നു കഴിഞ്ഞാൽ, തൊവൗ അസ്സുഹഫ, മലക്കുകൾ ഫയൽ മടക്കുന്നു. മലക്കുകൾ പിന്നെ എഴുത്ത് നിർത്തിയിട്ട് ഫയൽ മടക്കുകയാണ്. എന്നിട്ട് അവർ ഖുതുബ കേൾക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഇരിക്കുകയാണ്. ഇപ്പൊ അവർ ഇരുന്ന് കഴിഞ്ഞു, എഴുത്ത് നിർത്തി അവർ നമ്മളോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ സാധിക്കൂല. ഈ കണ്ണിനൊരു മറയുണ്ട്. ആ മറ മരണത്തോടുകൂടി അല്ലാഹു എടുത്ത് നീക്കും. അപ്പോഴാണ് കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കാണാൻ തുടങ്ങുക. മലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളൊരു വിലയിരുത്തൽ വേണം. മലക്കുകൾ എഴുതുകയായിരുന്നു. ഇന്ന് ആദ്യം ആരുടെ പേരാ എഴുതി വെച്ചത് ഈ പള്ളിയിൽ? പിന്നെ ആരുടെ പേര് എഴുതി വെച്ചു? ഞാൻ അഥവാ ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം പിന്നെ വന്ന ആളുകളുടെ പേര് മലക്കുകളുടെ ഡയറിയിൽ ഇല്ല. മിമ്പറിൽ വന്നിരുന്നതിന് ശേഷം പിന്നെ പള്ളിയിൽ പ്രവേശിക്കുന്ന ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേരൊന്നും മലക്കിന്റെ ഡയറിയിൽ ഇല്ല. കാരണം ഒരു ത്വവ എന്ന് പറഞ്ഞാൽ മടക്കിന്ന, അത് മടക്കി വെച്ചു. പിന്നെ അവരെ പരിപാടി കേൾക്കലാണ്. ഈ ഫയലുമായി അല്ലാഹു റബ്ബുൽ ആലമീന്റെ അടുക്കലേക്ക് മലക്കുകൾ കയറി പോകുമ്പോ ഇമാം പ്രവേശിച്ചതിന് ശേഷം വന്ന ആളുകളുടെ പേരില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജുമുഅക്ക് അല്ലാഹുവിന്റെ അടുക്കൽ മലായികത്തിന്റെ ഷഹാദ സാക്ഷ്യം ഇല്ല എന്നർത്ഥം. എത്ര ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മളിൽ പലവരും 10 മണിക്കോ 11 മണിക്കോ ജുമുഅക്ക് വേണ്ടി പുറപ്പെട്ടു. നമ്മൾ എവിടെയായിരുന്നു? കടയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാലത്തിന് മുകളിലുണ്ടായിരുന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഞ്ചായത്തിലായിരുന്നു, സംസാരത്തിലായിരുന്നു. എന്നിട്ട് മലക്കുകൾ എഴുതുന്ന ആ പുണ്യം കിട്ടാൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിൽ പലവരും ഇന്ന് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഈ കാര്യങ്ങൾ ഇനി മുതലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും താല്പര്യം കാണിക്കണമെന്ന് വിനയാന്വിതം അറിയിക്കുകയാണ്. ഈ ദിവസത്തിന്റെ മഹത്വമായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ചയുടെ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് ഇന്ന് ജമാഅത്തായിട്ട് എത്ര പേർക്ക് കിട്ടി? എത്ര പേര് വീട്ടിൽ 7 മണിക്ക് നമസ്കരിച്ചു? മിക്കവാറും സഹോദരിമാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ തന്നെ വെള്ളിയാഴ്ചയാണെങ്കിൽ സുബഹി നമസ്കാരം 7 മണിക്കാണ്, അല്ലെങ്കിൽ 8 മണിക്കാണ്, അല്ലെങ്കിൽ 6:45 സമയം കഴിഞ്ഞിട്ട് ഖളായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഫ്ളലുസ് സ്വലവാത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുസ് സുബ്ഹി, സുബ്ഹി നമസ്കാരമാണ്. യൗമൽ ജുമുഅത്തി ഫീ ജമാഅ, വെള്ളിയാഴ്ച ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന നമസ്കാരമാണ് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരമായി അല്ലാഹുവിന്റെ അടുക്കൽ ഗണിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയോ? നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയോ? നമ്മുടെ ഭാര്യമാർക്ക് കിട്ടിയോ? മിക്കവാറും ഇവിടെ വരുന്ന ആളുകളുടെയൊക്കെ വീടുകൾ പള്ളിക്ക് സമീപത്താണ്. ഇവിടെ സൗകര്യമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞോട്ടെ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ പുറപ്പെടുക കിട്ടുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് അത്. എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നുണ്ടോ അതിന്റെ ത്രോതിനനുസരിച്ചുകൊണ്ട് ആ കാഴ്ച ഞാൻ മാത്രം കണ്ടാൽ പോരാ, എന്റെ ഭാര്യയും മക്കളെയും കൂടി കാണിക്കട്ടെ. അതിൽ
അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം അവർക്കൂടി ഉണ്ടാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും വലിയ പൗരുഷപ്പെട്ട നമസ്കാരമായി തെരഞ്ഞെടുത്ത വെള്ളിയാഴ്ചയിലെ സുബഹി ജമാഅത്ത് എന്റെ കുടുംബത്തിനും കിട്ടട്ടെ. പള്ളിയിൽ സൗകര്യമുണ്ടല്ലോ, വ്യത്യസ്തമായ ഡോറാണ്, പുരുഷന്മാരുമായി യാതൊരു ബന്ധവുമില്ല. വീട്ടിൽ നിന്ന് വിസർജനം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വുളുവെടുത്ത് ഭർത്താവിന്റെ കൂടെ വേറെ ഡോറിലൂടെ കടന്നു വന്നുകൊണ്ട് നമസ്കരിച്ചാൽ ആ പുണ്യം അവർക്കും കിട്ടുകയല്ലേ? എന്തിനു നഷ്ടപ്പെടുത്തണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ പുണ്യം, വെള്ളിയാഴ്ച സുബഹി ജമാഅത്തിന്റെ പുണ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്രയോ സഹോദരി സഹോദരന്മാർ നമസ്കരിക്കുന്നത് 7 മണിക്കാണ്. ഈ ദിവസത്തിന്റെ പുണ്യത്തിൽപ്പെട്ടതാണ്. ഈ ദിവസത്തിലെ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് സുബഹി നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുകൾ തൻസീൽ സജ്ദയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇൻസാനും സൂറത്തുൽ ദുഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഇൻസാനും തൻസീൽ സജ്ദയും അവിടുന്ന് സുബഹിക്ക് ഓതാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഓതുന്നു? ചില ആളുകൾ പറയാറുണ്ട് ആ സൂറത്തിൽ സുജൂദുണ്ട്, അതുകൊണ്ട്. അതൊന്നുമല്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ടെന്നോ അത് ഓതാൻ പറയാനുള്ള കാരണം ആ സൂറത്തുകളിൽ മനുഷ്യന്റെ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഹസറുൽ മുഴുവൻ ചരാചരങ്ങളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് കൊണ്ടുവരാൻ പോകുന്ന കാര്യം പരാമർശിക്കുന്നുണ്ട്. വബഅസഹും മിനൽ ഖുബൂർ, അതേപോലെ തന്നെ ഖബറിൽ നിന്ന് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ, ജനങ്ങളുടെ കേൾവിയിൽ വരുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പടപടക്കലുണ്ടാവും, ചിന്തയുണ്ടാവും. അവന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കാതുകൾ കേൾക്കുന്ന കാര്യങ്ങൾ ഖൽബുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവനതുകൊണ്ട് അസറുണ്ടാവും, സ്വാധീനം ഉണ്ടാവും. ഖബറുകൾ കിളച്ചുമറിക്കപ്പെടുമ്പോൾ, ആ ആയത്തിന്റെ ഭംഗി പരാമർശിക്കുമ്പോ, ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയുന്നു ഇതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാതുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അതിന്റെ ചാഞ്ചല്യമുണ്ടാകും. ഇദാ സുൽസില എന്ന ആ സാഇന്റെയും ലാമിന്റെയും ആ ഒത്തുചേരലുകളിൽ ആ സൽസലത്തിന്റെ പ്രകമ്പനത്തിന്റെ ആധിക്യവും ഗൗരവം അറിയിക്കുന്നുണ്ട്. ഇദാ സുൽസില എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊള്ളിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം കാതുകൾ ആ വാക്കുകൾ ഏറ്റെടുക്കുമ്പോൾ അവന്റെ കൽബത ഇദാ സൽസലുണ്ടാവും. അവന്റെ കൽബിൽ പോലും ഒരു സൽസലത്തുണ്ടാവും, പ്രകമ്പനമുണ്ടാവും. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിനത്തിൽ ഈ 2 സൂറത്തുകൾ തെരഞ്ഞെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓതാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാൻ കാരണമെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിനം വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു മിസ്വാക്ക്, സാധാരണ മിസ്വാക്കിന് പുറമെ ഒരു പ്രത്യേകമായ മിസ്വാക്ക്, പ്രത്യേകമായ കുളിയുണ്ട്. ഈ കുളിക്ക് പ്രത്യേകതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുസ്ലു യൗമുൽ ജുമുഅത്തി അലാ കുല്ലി മുസ്ലിം മുഹത്തലി, പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിമിനും വെള്ളിയാഴ്ച കുളിക്കൽ വാജിബാണ്, ഫർളാണ്. ആ കുളി എങ്ങനെന്നറിയോ? ജനാബത്തുകാരന്റെ കുളി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വെറും കുളിയല്ല. ജനാബത്തുകാരൻ ശുദ്ധീകരിക്കാൻ വേണ്ടി എപ്രകാരം കുളിക്കുന്നുവോ അങ്ങനെ കുളിക്കണം. അങ്ങനെ കുളിച്ചതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? അവൻ അല്പം സുഗന്ധവും അതേപോലെ തന്നെ പിന്നെ സ്വല്പം എണ്ണയൊക്കെ പുരട്ടിയിട്ട് വരേണ്ടത്. ചില ആളുകൾ കാണാം പള്ളിയിലേക്ക് വരുമ്പോഴും ആ തല ജട പിടിച്ചുകൊണ്ട് വരാറുണ്ട്. കുട്ടികൾ അങ്ങനെ പറഞ്ഞേക്കാറുണ്ട്. ഒരു സ്വല്പം എണ്ണയെടുത്ത് തലയിൽ പുരട്ടിക്കൊടുക്കുക പ്രവാചകന്റെ സുന്നത്താണ്. നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല സുന്ദരനായി, ഏറ്റവും ആകർഷിക്കുന്ന, എന്ന് വെച്ചാൽ വൈകൃതമുള്ള വസ്ത്രങ്ങളല്ലോ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. വൈകൃതമുള്ള വസ്ത്രങ്ങളേ അല്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വഫായിട്ട് നിൽക്കുമ്പോ മുമ്പിലെ സ്വഫിലുള്ള ആളുടെ കുപ്പായത്തിലേക്ക് പിന്നിലെ സ്വഫിലുള്ള ആളുടെ കണ്ണ് പോയിട്ട് അവൻ ചൊല്ലുന്ന ആയത്തിന്റെയും ദിക്റുകളുടെയും അർത്ഥത്തിൽ ആശങ്ക വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വസ്ത്രമണിഞ്ഞു വരുമ്പോ ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കുന്ന പൂക്കളോ ചിത്രങ്ങളോ ഒന്നും ധരിക്കാൻ പാടില്ല. ചിത്രപ്പണികളിൽ പോലും ജീവജാലങ്ങളുടെ ചിത്രങ്ങളൊന്നും ഒരിക്കലും ധരിക്കാൻ പാടില്ല.
ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത്. അയാൾ പറയും, നബിയെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, വരച്ചോട്ടെയോ വരക്കട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വരച്ചോ, കായിനാത്തിനെ വരച്ചോ, പ്രാപഞ്ചികമായ സീനറികൾ വരച്ചോ. പക്ഷേ വലാ തർസമിൽ ഹയ്യാത്ത്, ജീവനുള്ള ഒന്നിനെയും വരക്കാൻ പാടില്ല. കഴുതയെ വരക്കാൻ പാടില്ല, പ്രാവിനെ വരക്കാൻ പാടില്ല, മനുഷ്യനെ വരക്കാൻ പാടില്ല, പുലിയെ വരക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് മിക്കവാറും ചെറുപ്പക്കാരുടെ എല്ലാം ബനിയനിമൽ കാണാം ഒരു നമ്പർ 1 പുലിയുടെ ഫോട്ടോ ചിത്രം. പാടില്ല. പള്ളിയിൽ വരുമ്പോഴും പാടില്ല, ഒരിക്കലും പാടില്ല. അതുകൊണ്ട് വസ്ത്രത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, പള്ളിയിൽ വരുമ്പോ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ എല്ലാ പള്ളിയിൽ പോകുമ്പോഴും ചെയ്യണം, നല്ല സീനത്തുള്ളവരായിട്ട് പോകണം, അലങ്കാരമുള്ളവരായിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ രൂപത്തിലല്ല. നല്ല ടിപ്പ് ഡ്രസ്, പക്വമതികളായ ആളുകൾ. ഇപ്പൊ ഞാനൊരു ഖത്തീബാണ്, നിങ്ങൾക്കറിയാം ഞാൻ ഖത്തീബാണ്, ഞാനൊരു ഖത്തീബാണ്. ആ കുട്ടിയുടെ കുപ്പായിട്ട് വന്നു, അതിൽ പുള്ളി വരെയൊക്കെ ഉണ്ട്. ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെ ആ പ്രായത്തിലെത്തിയവരൊന്നും ചെയ്യാറില്ല, അങ്ങനത്തെ കുപ്പായം ധരിക്കാറില്ല. എന്താണെന്നറിയോ? അത് ഓരോ പ്രായത്തിനും അവന്റെ മനസ്സിന്റെ പക്വത, അവന്റെ ഹൃദയത്തിനോട് മന്ത്രിക്കുന്ന മാസ്മരികമായ പക്വതയുടെ മന്ത്രമുണ്ട്. പറഞ്ഞില്ലേ, റുഷ്ദിയത്തിന്റെ പ്രായം എന്ന് വെച്ചാ പക്വതയുടെ പ്രായം എത്തിക്കഴിഞ്ഞാൽ ആ പക്വത എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകളുണ്ട്. ആ നിലക്ക് ഒരു മുസ്ലിം പള്ളിയിൽ വരുമ്പോ അവന്റെ വസ്ത്രത്തിൽ കൃത്യമായ ടിപ്ടോപ്നെസ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഭംഗി വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം, ചിത്രപ്പണികളില്ലാത്ത വസ്ത്രം. ആ നിലക്കുള്ള വസ്ത്രം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ജുമുഅ ദിനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി അലക്കിക്കൊളിച്ചുകൊണ്ട് പോകുക. ഇത് പറയുന്നത് ആരോടെന്നറിയോ? കൊളി സ്വഭാവം ധാരാളമായിട്ടില്ലാത്ത പഴയകാല അറബികളോടാണ്, കേരളക്കാരോടല്ല. അവർക്ക് കൊളി വളരെ കുറവാണ്, ഇന്നും കുറവാണ്. കെട്ടുകേൾവിയുണ്ട്. ആഴ്ചകളോളം കുളിക്കാതെ നമ്പർ 1 ബ്രൂട്ടും പഠിച്ചുകൊണ്ട് അവരങ്ങനെ നടക്കും. കാറിൽ മണമൊന്നും അടിക്കൂല, ബ്രൂട്ടിനെ മഴ ഉണ്ടാവുള്ളൂ. ആ സ്വഭാവത്തിന് പാരമ്പര്യമുണ്ട്, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ജുമുഅ ദിനം വന്നാൽ കുളിക്കണം, ഇത്തിരി അത്ര പോഷണം, എണ്ണ പുരട്ടണം, അങ്ങനെ വൃത്തിയുള്ളവരായിട്ട് നന്നായിട്ട് വരണം എന്നർത്ഥം. അതാണ് ആ സ്വഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത നിർദ്ദേശങ്ങൾ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിനം, ഈ ദിനത്തിന് വേണ്ടിയിട്ട് സ്വഹാബത്തൊക്കെ കാത്തിരിക്കുമായിരുന്നു. എന്താണെന്നറിയോ? പ്രത്യേകമായ നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തട്ടിക്കളയൂല, സ്വീകരിക്കും. അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയം നമ്മളിൽ നിന്ന് അല്ലാഹു മറച്ചു വെച്ച്, മൂടി വെച്ചു. എപ്രകാരം റമളാനിലെ ഖദറിന്റെ രാത്രിയെ മാറ്റിവെച്ച പോലെ വെള്ളിയാഴ്ചയിലെ ആ സമയത്തെ അല്ലാഹു നമ്മെ അറിയിക്കാതെ മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന ആ സമയത്തിനോടൊത്തു വന്നാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന ആ സമയത്തായി കഴിഞ്ഞാൽ, യസ്അലുല്ലാഹു ഫീഹാ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്, റബ്ബിനോടൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു കൊടുക്കും. ഉറപ്പാണ്, ഒരു സംശയമില്ല. ആ സമയം എപ്പോഴാ അറിഞ്ഞുകൂടാ? രാവിലെ ഫജ്ർ, സുബഹിന്റെ ബാങ്കിന്റെ അലയൊലികൾ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് അസ്തമയത്തിനിടയ്ക്ക് എപ്പോഴും ആവാം. എപ്രകാരം അറിയൂ? അറബിക് ഓഷ്യനിൽ, അറബിക് കടലിൽ ഒരാളോട് പറയാണ്, ഈ കാണുന്ന കടലിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കോണിൽ, ഒരു മൂലയിലായിട്ട് 1000 കോടി രൂപ വിലപിടിക്കുന്ന ഒരു രത്നം കിടക്കുന്നുണ്ട്, നിങ്ങൾ മുങ്ങിത്തപ്പിക്കോളൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? 100 കിലോമീറ്റർ മുങ്ങണം, എല്ലായിടത്തും തപ്പണം, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ അല്ലാഹു എന്താക്കിയിരിക്കുകയാണ്? ഒരു ദിവസത്തിന്റെ എണ്ണമറ്റ നിമിഷങ്ങൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, മണിക്കൂറുകൾ അവിടെ പോയി മുങ്ങിത്തപ്പാൻ നമ്മളോട് അല്ലാഹു റബ്ബുൽ ആലമീൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്തിനോട് പ്രാർത്ഥന ഒത്തുവരാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് സുബഹിന്റെ മുമ്പ് പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്ന് കാണാം. സുബഹിന്റെ മുമ്പേ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ വരിക, എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നേ. ആ സമയവും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ദിക്റുകളും പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. സംസാരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പറയാനോ നമ്മൾ
താല്പര്യം കാണിക്കുകയോ ആ നിലക്കുള്ള ലഘുവിലേക്ക് പോകാതിരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായത്തിൽ ചിലരൊക്കെ പറയുന്നു അത് അസറിന്റെയും അസ്തമനത്തിന്റെയും ഇടക്കാന്ന് പറഞ്ഞവരുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു മിൻ ജുലൂസിൽ ഇമാം അലൽ മിംബരി ഇലാ ഇന്തിഹാഇ സ്വലാ, ഖത്തീബ് മിമ്പറിൽ ഇരുന്നത് മുതൽ ജുമുഅ നമസ്കാരം കഴിയുന്നതിന്റെ ഇടക്കാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് അഭിപ്രായങ്ങൾ മാത്രമാണ്, അതിനൊന്നും സ്വാധീനമോ ഉറപ്പോ ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫജ്ർ മുതൽ മഗ്രിബ് വരെ എന്നാണ്. സുബഹി മുതൽ മഗ്രിബ് വരെ ആ സമയത്ത് എപ്പോഴും ആവാം. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ഒത്തുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഇത് കാരണമായി തീരും. മറ്റൊന്നാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് നമ്മളിൽ എത്ര പേര് ആ സൂറത്ത് പഠിച്ചിട്ടുണ്ട്? ഉണ്ടോ? സൂറത്ത് ഖുർആനിലെ അത്ഭുതങ്ങളായ ചരിത്രങ്ങളിൽ ഏറ്റവും അത്ഭുതം എന്നപ്പെടാവുന്ന ചരിത്രങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു അധ്യായമാണ്. വായിച്ചു നോക്കി. രണ്ട് പ്രവാചകന്മാർ പരസ്പരം ഷണ്ട കൂടുന്ന, പ്രവാചകന്മാർ പരസ്പരം തർക്കം നടത്തുന്ന, രണ്ട് പ്രവാചകന്മാരെ ഒരുമിച്ചൊരു കടപ്പുറത്തൂടെ യാത്ര പോകുന്ന, പ്രവാചകനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു പ്രവാചകന്റെ സംഭവം പരാമർശിക്കുന്ന, കളിച്ചുകൊണ്ട് ഒരു പൈതലിന്റെ കഴുത്ത് ഞെരിച്ചു വന്ന മഹാനായ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിരസിച്ച, അവരോട് അപമര്യാദയായി പെരുമാറിയ, ഖളിറിനോട് മൂസയോട് അപമര്യാദയായി പെരുമാറിയ വീട്ടുകാരുടെ മതിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോ അത് നേരാക്കി കൊടുത്ത ചരിത്രം. യാത്രക്കാരായ മനുഷ്യന്മാരെ കപ്പൽ പോയി മഹാനായ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം വെട്ടിപ്പൊളിക്കുകയാണ്. മൂസാ നബി ചൂടായി, ഒരു പൈതലിന്റെ കഴുത്ത് ഞെരുക്കി കൊന്നു. മൂസാ നബി ചൂടായ ഖളിറിനോട് എന്തിനു നിങ്ങൾ ചെയ്തു? യാത്രയിൽ പിരിച്ചുവിട്ട സംഭവം. 300 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും അവരെ പട്ടിയും ഒരു ഗുഹയിൽ ഉറങ്ങിക്കിടന്ന സംഭവം. 300 കൊല്ലം ഉറങ്ങിയതിനു ശേഷം എണീച്ച് 300 വർഷം മുമ്പുള്ള നാണയവുമായി, കോയിൻസുമായി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിൽ പോയപ്പോ മനുഷ്യർ ആ കോയിൻ, ആ നാണയം, ആ കറൻസി കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ കറൻസി കിട്ടിയത്? അവരെ ഓർമ്മക്കായി പള്ളി പണിയപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിൽ ചരിത്രം പറയപ്പെടുന്ന സൂറത്തുൽ കഹ്ഫ്, അതിന്റെ പാരായണം വെള്ളിയാഴ്ച ദിനം പ്രശോഭിതമാണ്, പ്രശോഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണത്? അല്ലാഹു ലഹു മിനൻ നൂർ മാ ബൈനൽ ജുമുഅതൈൻ, രണ്ട് ജുമുഅകൾക്കിടയിൽ പ്രകാശം, ഒരു പ്രകാശമായി അല്ലാഹുവിന് വേണ്ടി രേഖപ്പെടുത്തി വെക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച കാര്യമാണ് സൂറത്തുൽ കഹ്ഫ്. അത് എപ്പോൾ മുതൽ ഓതി തുടങ്ങണം എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായമുണ്ട്. ഒരു പറ്റം പറയുന്നു കഹ്ഫ് ഓതേണ്ടത് വെള്ളിയാഴ്ച ദിനത്തിൽ രാവിലെ സുബ്ഹി കഴിഞ്ഞാൽ മഗ്രിബിന്റെ ഇടക്കാണ്. അങ്ങനെയല്ല, വ്യാഴാഴ്ച രാത്രിയുടെ മഗ്രിബ് തൊട്ട് വെള്ളിയാഴ്ച മഗ്രിബ് വരെ സമയമുണ്ടെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ശരി, അത് ഏറ്റവും നല്ല സമയം, തർക്കമൊന്നുമില്ല, വെള്ളിയാഴ്ചയുടെ സുബ്ഹി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മഗ്രിബിന്റെ ഇടക്കാണ് ഏറ്റവും ഉദാത്തമായ സമയം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം കുറച്ചാണെങ്കിലും നമ്മളത് കഴിയുന്ന പരമാവധി ഓതിയിട്ട് ആ പുണ്യം സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ജുമുഅ, അതിന്റെ മഹത്വം, പല കാര്യങ്ങളെക്കുറിച്ചും അത് അവഗണിക്കുന്ന ആളുകളെക്കുറിച്ച് ഇസ്ലാം ശക്തമായിട്ടാണ് പരാമർശിക്കുന്നത്. അക്കൂട്ടത്തിൽ കാണാം ജുമുഅ ഒഴിവാക്കുന്ന ആളുകൾ, ജുമുഅ നമസ്കാരത്തിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തറക സലാഹ ജുമുഇൻ, ആരെങ്കിലും 3 ജുമുഅയെ ഒഴിവാക്കി കഴിഞ്ഞാൽ തഹാവുനൻ ബിഹാ, അതിനോടുള്ള അവഗണനയോടെ, മനഃപൂർവ്വം എന്ന് വെച്ചാൽ ചില എന്തെങ്കിലുമൊക്കെ മാനുഷികമായ സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ടല്ല, മറിച്ച് മനഃപൂർവ്വം നിസ്സാരമായി കണ്ടുകൊണ്ട് ആ ജുമുഅയെ ഒഴിവാക്കി കഴിഞ്ഞാൽ തുബഅല്ലാഹു അലാ ഖൽബിഹി, ഇവൻ ജുമുഅയെ ഒഴിവാക്കിയ വ്യക്തിയാണെന്ന സീൽ അവന്റെ ഖൽബിൽ അല്ലാഹു ആ നിലക്കുള്ള മുദ്ര അടിച്ചു വെക്കും, മുദ്രയടിച്ചു വെക്കും. ചില ആളുകൾ ജുമുഅ ഒഴിവാക്കുന്ന പരിപാടിയുണ്ട്. ആ ജുമുഅ ഒഴിവാക്കുന്ന പരിപാടിയെ അവർ അവസാനിപ്പിച്ചില്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഖൽബുകളിൽ ഖതം,
മുദ്രയടിക്കും. ജുമുഅ ഒഴിവാക്കിയവനാണ്. പിന്നീട് ശ്രദ്ധയില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ തന്റെ ആഖിറത്തെ കുറിച്ചോ ശ്രദ്ധയില്ലാത്ത ഗഫലത്തിന്റെ അശ്രദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ ഈ വ്യക്തി പെട്ടുപോകുകയും ചെയ്യും എന്നർത്ഥം. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ വെള്ളിയാഴ്ച ദിനത്തിന് അതിന്റെ മഹത്വത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വബാരിക് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അയ്യുഹൽ ഇഖ്വാന വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ നാം ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുമ്പോൾ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, വെള്ളിയാഴ്ച പള്ളി നന്നായിട്ട് വൃത്തിയാക്കുക. മിക്കവാറും പള്ളികളിൽ ചെന്നാൽ ആദ്യം കാണുന്ന പല്ലിക്കാട്ടങ്ങളായിരിക്കാം. അതുപോലെ കുറെ കൂറയുടെയോ ചില പ്രാണികളുടെയൊക്കെ ശവങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ ചിതറിക്കിടക്കണം. ഇതിനു വേണ്ടിയിട്ട് ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സുബ്ഹി കഴിഞ്ഞാൽ നാട്ടുകാരായ ആളുകൾ ഇറങ്ങി മത്സരിക്കുക. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മത്സരിച്ചുകൊണ്ട് പായക്കുടയിലും കഴുകലും വൃത്തിയാക്കലുമായിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അത് ഏതായാലും ഇല്ല. ഇന്നും ചില സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ കാണാം, അറബികൾ അത്തറ് കൊണ്ടുവന്നിട്ട് ഊത് പോലെയുള്ള വിലപ്പിടിപ്പുണ്ട് അത്തറ് കൊണ്ടുവന്ന് പായയിലും മുസല്ലയിലും ചുമരിൽ തുണിയിൽ മുക്കിയിട്ട് ചുമരിൽ അങ്ങനെ ഉരയ്ക്കുക. ഇതിനെന്നറിയോ? ഇതിനാണത് പള്ളിയിൽ വരുന്ന മൂക്കിലേക്ക് ആദ്യം കിട്ടേണ്ട സുഗന്ധമാണ്. പള്ളിയിൽ നിന്ന് നവാഫത്തിന്റെ വൃത്തിയുടെ ഭാഗമായി സുഗന്ധം. അതുകൊണ്ട് തന്നെ തബ്സീർ എന്ന് പറഞ്ഞ സുഗന്ധം പോക്കുന്ന പരിപാടി മുൻഗാമികളായ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. നമ്മൾക്കും ചെയ്യാം. പള്ളിയിൽ സുഗന്ധം പോക്കാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നല്ല കാര്യമാണ്. മുക്കിയിട്ട് തുടക്കാം, പായയിൽ അത്തർ പൂശാം. അതൊക്കെ വെള്ളിയാഴ്ചയുടെ മഹത്വമായിട്ട് മുൻഗാമികളായ ആളുകൾ കാണാറുണ്ടായിരുന്നു. ഇനി ഇതിലൊക്കെ ഉപരിയായി വലിയ ഓഫറുണ്ട് വെള്ളിയാഴ്ച ദിനം. എന്താണെന്നറിയോ? ആ ഓഫറിനെ പല ആളുകളും അത്ര കാര്യമായി എടുക്കാറില്ല. പണ്ട് കാലത്ത് എടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ ആരും കണക്കാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച വസ്ത്രം കഴുകി പിന്നെ കുളിച്ചു, ഉസ്ലൽ ജനാബ, ജനാബത്ത് കുളിക്കുന്നവനെ പോലെ കുളിച്ചു, സുമ്മറാഹ്, പിന്നെ അയാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ ഫകഅന്നമാ ഖറബ ബദന, ഒരു ഒട്ടകത്തെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുത്ത കൂലിയാണ്. എത്രയോ കാലങ്ങളായി കേൾക്കുന്ന ഹദീസാണ്. പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഡയറിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിൽപ്പിൽ ആദ്യമായി പള്ളിക്കകത്തേക്ക് വന്ന ആൾക്ക് ഒരു ഒട്ടകത്തിന് ബലിയെടുത്ത കൂലിയാണ്. രണ്ടാമതായി ആരാണോ പള്ളിയിൽ വന്നതെങ്കിൽ ഒരു പശുവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുത്ത കൂലിയാണ്. മൂന്നാമതായി പള്ളിയിലേക്ക് ആര് വന്നോ, നല്ലൊരു മുട്ടനാടിനെ തൃപ്തികരമായ കണ്ടാളുകൾക്ക് ആഗ്രഹിക്കുന്ന മുട്ടനാടിനെ റബ്ബിന് വേണ്ടി പ്രതി കൊടുത്ത കൂലിയാണ്. നാലാമതായി ആരാണോ പള്ളിയിലേക്ക് വന്നതെങ്കിൽ ഒരു പെൺകോഴിയെ പടക്കോഴിയെ ധർമ്മമായി കൊടുത്ത കൂലി. അഞ്ചാമതായി വന്ന വ്യക്തിക്ക് ഒരു കോഴിമുട്ട ധർമ്മം കൊടുത്ത കൂലി. അഞ്ചാമെന്ന് വന്ന ആൾക്ക് ഒരു കോഴിമുട്ട കൊടുത്ത കൂലി, ധർമ്മം കൊടുത്ത കൂലി. ആ ഹദീസിനെ അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കണം എങ്ങനെയെന്നറിയോ? ഫഇദാ ഖറജൽ ഇമാം, ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടാൽ ഹളറത്തിൽ മലായിക, മലക്കുകൾ ഡോറിൽ നിന്ന് അവർ മാറി യസ്തമിഊന ദിക്റ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഖുത്ബ കേൾക്കാൻ തുടങ്ങി എന്നാണ്. ഖുത്ബ
പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാണ്, ഇന്ന് ഈ പള്ളിയിൽ ആർക്കാ ഒട്ടകത്തെ കിട്ടിയത്? ആർക്കാ കിട്ടി? കിട്ടിയോ? എനിക്ക് കിട്ടിയോ? ഒട്ടകത്തിന്റെ ബലി. പശുവിനെ കിട്ടിയോ? മുട്ടനാടിനെ കിട്ടിയോ? കോഴിയെ കിട്ടിയോ? കോഴി മുട്ട കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. മലക്കുകളുടെ ഡയറിയിൽ നമ്മളെ പേര് വന്നോ? ഈ ഇരിക്കുന്ന ആളുകളിൽ 70% പേര് ഡയറിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ കയറിയപ്പോ ഈ 2 സ്വത്തേ ഉള്ളൂ. മലക്കുകളുടെ പേരില്ല, പൊട്ടനാടിന്റെ കൂലിയും കിട്ടിയില്ല, കോഴിമുട്ടന്റെ കൂലിയും കിട്ടിയില്ല. പിന്നെന്താ, ഇങ്ങനെ വന്നു ഇരുന്നു, ചാരി ഇരുന്ന് ഇത്തിരി ഉറങ്ങി. ഇമാം എന്തോ പറഞ്ഞു, അത് കേട്ടു, തിരിച്ചു പോയി. അല്ലേ? വേറെ വല്ല ഫായിദയും കിട്ടി? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ ഓഫർ കേൾക്കുമ്പോ ആ ഓഫറിനോട് ഹൃദയത്തിനൊരു ഇഷ്ടവും ഒരു താല്പര്യവും ഉണ്ടാകാൻ നമ്മുടെ കൂടെ പറഞ്ഞയച്ചൊരു വ്യക്തിയുണ്ടല്ലോ. ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അവന്റെ കൂടെ ഒരു ഖരീൻ, ഒരു ശൈത്താനെ ഒന്ന് പടച്ചോടും. അമ്പിയാക്കന്മാരോട് ശൈത്താന്മാർ നല്ലത് കൽപ്പിക്കുള്ളൂ, എന്നാ സാധാരണക്കാരോടോ തിന്മയാ കൽപ്പിക്കുക. കൂടെയുള്ള മലക്കുകൾ നന്മ കൽപ്പിക്കും. പറയാണ്, എന്തിനപ്പം തന്നെ പോണ, പള്ളിയിൽ പോയിരുന്ന അങ്ങനെ ഉറക്കം വന്നിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല, എന്തിനാ കുറച്ച് കഴിയട്ടെ, ഇവിടെ ആരെങ്കിലൊക്കെ ഇവർ സംസാരിക്കാം എന്ന് പറഞ്ഞ് ശൈത്താൻ അങ്ങനെ പിറകോട്ടടിപ്പിക്കും. അതാണ് നമ്മുടെ രീതി. സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിനത്തിന്റെ മഹത്വം, ഒരുപാട് ഓഫറുകളൊന്നും നൽകിയിട്ടും ഒരു ഓഫർ കൊണ്ടും സ്വർഗം സമ്പാദിക്കാൻ, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ധാരാളക്കണക്കിന് ഓഫറുകളുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഓഫറുണ്ട്. ഒരു ഓഫർ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം എത്ര പരിതാപകരമാണ്. ഒരു ബാഗ് കൊടുക്കാൻ വരുന്ന മനുഷ്യന് കിട്ടുന്നില്ല എന്ന് ആലോചിക്കണം നിങ്ങൾ. ഒരു മനുഷ്യന്റെ ബാങ്കൊലികൾ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായി ആരൊക്കെ വഹിക്കുന്നുണ്ടോ, ആരെല്ലാം കേൾക്കുന്നുണ്ടോ, അവരൊക്കെ റബ്ബിന്റെ വ്യക്തിയിട്ട് ശഫാഅത്ത് റെക്കമെന്റ് പറയും. മദ്രസയിൽ പഠിക്കുന്ന പിള്ളേരോട് ബാങ്ക് കൊടുക്കാൻ മത്തായാണെന്ന് വഴഞ്ഞളിക്കുള്ളൂ. അങ്ങനത്തെ കാലഘട്ടമായി മാറിപ്പോയിപ്പത്. കാരണം എന്താണെന്നറിയോ? കുട്ടികൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. മോനെ നീ ഖുർആൻ ഓതിയോ? ഇല്ല. കഴിഞ്ഞ ശനിയാഴ്ച മദ്രസ വിട്ട് വീട്ടിൽ പോയ കുട്ടിയോട് ഉപ്പയോ ഉമ്മയോ ഖുർആനൊന്നെടുത്ത് ഓതി നോക്കാൻ വരെ കൽപ്പിക്കുന്നില്ല എങ്കിൽ 99.4% പൊടിഞ്ഞ അവസ്ഥ ഇതാണ്. മദ്രസ വിട്ട് വീട്ടിൽ പോകുന്ന കുട്ടി ഓതി നോക്കാൻ, മോനെ നീ മാത്സ് പഠിച്ചോ? ആ പഠിച്ചു പച്ചേ. കെമിസ്ട്രി പഠിച്ചോ? പഠിച്ചു പച്ചേ. ഒക്കെ ചോദിക്കുന്നുണ്ട്. ഖുർആൻ ഓതിയോ? ഹിഫ്ളാക്കേണ്ടത് ഹിഫ്ളാക്കിയോ? ഫിഖ് പഠിച്ചോ? ഉമ്മച്ചി പോയി ചോദിക്കുന്നില്ല. ഹൃദയം ശൈത്താന് സഞ്ചരിക്കാനുള്ള രാക്ഷസീയമായ ചുടലയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ മാറ്റാൻ തയ്യാറാവുന്നില്ല എങ്കിൽ, നമ്മളെ മാറ്റാൻ ഇനിയൊരു പുതിയ പ്രവാചകൻ വരാനില്ല. ഉള്ളത് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമേ ഇനി വരാനുള്ളത്. അദ്ദേഹം വരുമ്പോഴേക്ക് നമ്മുടെ കാലഘട്ടം ടൈം അവസാനിച്ചു, സമയം കഴിഞ്ഞു. ഒരു തിരുത്താൻ, ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നൽകുന്ന എല്ലാ നിലക്കുള്ള വാഗ്ദാനങ്ങളും സമ്പാദിക്കാനും, ഖബർ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ഫിത്നകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും മോചനം ലഭിക്കാനും, നാളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്ക് ചൂട്ടിൽ ആ പ്രവാചകന്റെ റഹ്മത്തും ശഫാഅത്തും ലഭിക്കാനും, അവിടുത്തെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ച് കുടിക്കാനും, അവിടുന്ന് പറഞ്ഞ ഭീകരമായ സിറാത്തിലൂടെ അമ്പിയാക്കന്മാർ ഓടുന്ന മിന്നൽ പിണർ പോലെയുള്ള വേഗത്തിൽ ഓടി സ്വർഗം പറ്റാനും, റബ്ബിന് ഹംദ് പറയാനും, പ്രവാചകന്റെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ സംഗമിക്കുവാനും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക മുസ്ലിം സമുദായത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി